11 വർഷത്തെ പിണക്കം മറന്ന് ഒരുമിച്ച് രമേശ് ചെന്നിത്തലയും NSSഉം. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ചെന്നിത്തല NSSന്റെ പുത്രനാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ചെന്നിത്തല വികാരാധീനനായി. പെരുന്നയിലെ മണ്ണുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്നും ചെന്നിത്തലയുടെ പുകഴ്ത്തൽ. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈശ്വരാധീനം കൊണ്ടും മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാള് നമ്മൾ തെരഞ്ഞെടുത്തു. ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ട്. കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഇരിക്കുന്നത്. ഗണേശൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറുണ്ട്. അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അത് നടത്താനുള്ള അവകാശം സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ ഏറ്റവും ജാജ്വല്യമായ ബ്രാൻഡ് അംബാസിഡർ അല്ല, ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മതനിരപേക്ഷത രാജ്യത്ത് ഉറപ്പുവരുത്താനും വർഗീയമായ അക്രമങ്ങളെ ചെറുക്കാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും NSSഉം അതിൻ്റെ നേതൃത്വവും കാലാകാലങ്ങളായി നൽകി വരുന്ന സംഭാവനകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. റോഷിപാൽ, രമേശ് ചെന്നിത്തലയുടെ NSS ആസ്ഥാനത്തെ പെരുന്നയിലേക്കുള്ള വരവ് തന്നെ വാർത്തയായിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞതും രണ്ട് കൂട്ടരും ചേർത്ത് നിർത്തുന്നതും അത് കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന തരത്തിൽ തന്നെയല്ലേ? സുജയ, ഒരു സംശയവുമില്ല. ഇന്ന് NSS ആസ്ഥാനത്ത് മന്നം ജയന്തി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. കാരണം സമുദായ സംഘടനകൾ കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അടക്കമായിരുന്ന രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ മന്നത്ത് പത്മനാഭന്റെ ആ ജയന്തി ആഘോഷത്തിന്റെ പ്രധാന വേദിയിലേക്ക് ഉദ്ഘാടകനായി ക്ഷണിക്കുന്നതും അവിടെ 11 വർഷത്തിന് ശേഷം ഇത്തരമൊരു പരിപാടിയിൽ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ രമേശ് ചെന്നിത്തലയെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. മാത്രവുമല്ല, NSSന്റെ വേദിയിൽ മന്നത്ത് പത്മനാഭൻ നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിന്റെ ചരിത്രം ഒന്നൊന്നായി വിശദീകരിച്ചുകൊണ്ട് താൻ NSSനൊപ്പമാണെന്ന് ഒരിക്കൽ കൂടി രമേശ് ചെന്നിത്തല അവിടെ പറയുകയാണ്. മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ സംസ്ഥയുടെ വേദികളിലും രമേശ് ചെന്നിത്തല എത്തുന്നു. നാളെ മുനമ്പത്ത് സമരവേദിയിലേക്കും രമേശ് ചെന്നിത്തല എത്തുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ നേതൃമാറ്റത്തിന്റെ സൂചനകൾ കൂടി നൽകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ടീമിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിന്റെ തുടക്കമായി തന്നെ മന്നത്ത് ജയന്തിയിലെ ഉദ്ഘാടന ചടങ്ങിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. സുജയ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ സജീവമാകുന്നു. 2025 തന്റെ വർഷമാക്കി മാറ്റാനുള്ള പുറപ്പാടിലാണോ രമേശ് ചെന്നിത്തലയെന്ന് വരും നീക്കങ്ങളിലൂടെ അറിയാം.